ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കായി സ്വാഗതം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നന്ദനെ കാണാണ്ട് ദേവിക്ക് ഒരു പ്രശ്നവുമില്ല, ഇനിയും നന്ദനെ കണ്ടുപിടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് മുരളിയും ഭാർഗവിയും കൂടെ ദേവികയെ ചോദ്യം ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഭാർഗവിക്ക് നല്ല മറുപടി ആയിട്ട് ശാരിക എന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയാണ്. ഏതായാലും ദേവിക എന്നുണ്ടെങ്കിൽ മുരളിയെ വിളിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്നുണ്ടെങ്കിൽ എസ്തപ്പാനും എല്ലാവരും തന്നെയുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നന്ദനെ കാണിച്ചു കൊടുക്കുകയാണ്. നന്ദനെ കാണുമ്പോൾ തന്നെ മുരളിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. നിങ്ങളൊക്കെ ചേർന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത്? നന്ദനെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണ്ടേ എന്ന് പറയുമ്പോൾ തന്നെ ദേവിക എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയാണ്. അതായത് ഋഷി മരിച്ചിട്ടില്ല എന്നും അതിന്റെ പുറകില് ആരൊക്കെയുണ്ട് എന്നൊരു കാര്യം ഹരിവക്കീലിന് ഡൗട്ടുണ്ട്. അതുകൊണ്ടാണ് നന്ദനെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതോടുകൂടിയിട്ട് ശത്രുക്കൾക്കൊക്കെ തന്നെ നല്ല പേടിയാവുന്നുണ്ട്. ഏതായാലും ഇതോടുകൂടിയിട്ട് ഋഷി മരിച്ചോ ഇല്ലയോ എന്നൊരു കാര്യം തെളിയിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ തന്നെ മുരളിക്കുന്നുണ്ടെങ്കിൽ നല്ല ആശ്വാസമാവുന്നുണ്ട്. പ്രഭാവതിക്ക് തൻ്റെ മകന് ഒന്നും പറ്റിയിട്ടില്ല. ദേവിക എന്നുണ്ടെങ്കിലും നന്ദനെ രക്ഷിക്കാൻ നോക്കുകയാണ് ചെയ്തത്. തൻ്റെ മകന് ഒരാപത്തും വരുത്താനായിട്ട് ദേവിക ഒന്നും ചെയ്യണില്ല എന്നൊരു കാര്യം അറിയുമ്പോൾ തന്നെ നല്ല ആശ്വാസമാവുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ തന്നെ രചനയെ വിളിച്ചിട്ട് അറിയിക്കുന്നുണ്ട്. നന്ദന് ഒരാപത്തും പറ്റിയിട്ടില്ല. ദേവികയും ഹരിവക്കീലും സിദ്ധാർത്ഥനും ചേർന്നിട്ട് നന്ദനെ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയായിരുന്നു എന്നൊരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും ഇതൊന്നും തന്നെ ഇസബെല്ലയും കെവിനും ആരും തന്നെ അറിയണില്ല. പിന്നീട് ദേവിക എന്നുണ്ടെങ്കിൽ CPയെ കാണുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഋഷി മരിച്ചിട്ടില്ല, മറിച്ച് അതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട് അതൊക്കെ തന്നെ ഞങ്ങൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ CP എന്നുണ്ടെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്. അരുന്ധതിയോട് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയാണ്. അതായത് ദേവിക ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു. ഇനി നമ്മളായിരിക്കും എല്ലാത്തിനും കുടുങ്ങാൻ പോകുന്നത്. ഋഷിയും ഞാനും മേഡവും എല്ലാവരും തന്നെ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അവരെന്തായാലും കണ്ടുപിടിക്കും. എനിക്ക് ഈ ഒരു കേസ് നോർമലായി തോന്നണില്ല. ഇത് നല്ലോണം കോംപ്ലിക്കേഷൻ ആവാനാണ് സാധ്യത. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല മാഡം എന്ന് പറയുമ്പോൾ തന്നെ അരുന്ധതി എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഋഷിയെയും ഇസബെല്ലിനെയും കെവിനെയും അറിയിക്കുന്നുണ്ട്. ദേവിക ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയിച്ചത് ഹരിവക്കീലിന്റെ നിർദ്ദേശപ്രകാരമാണ്. അതായത് അരുന്ധതി ഈ കാര്യങ്ങളൊക്കെ തന്നെ അറിയുമ്പോൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യോ എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവരെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നാടകം കളിക്കുന്നത്. ഏതായാലും ഇസബെല്ലയും കെവിനും ഋഷിയും കൂടി ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്. അതായത് നന്ദൻ എവിടെയാണോ അവിടെ പോയിട്ട് അവനുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് ഒരാളെ തന്നെ അവിടേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അതായത് ആർക്കും കണ്ട ഡൗട്ട് പോലും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിച്ചക്കാരന്റെ രൂപത്തിലാണ് അയാളെ അവിടേക്ക് പറഞ്ഞു വിടുന്നത്. ഏതായാലും ഇതോടുകൂടിയിട്ട് നന്ദന് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇസബെല്ലയും കെവിനും തൻ്റെ കൂടെ നിന്നിട്ട് ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ തന്നെ ദേവികയും ഹരിവക്കീലും എല്ലാവരും ചേർന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ദേവികയുടെ നിർദ്ദേശപ്രകാരം നന്ദൻ ഇങ്ങനെ മാറി നിൽക്കുന്നത്. CPയോട് എന്തെങ്കിലും തരത്തിൽ ഒരു സൂചന കൊടുത്താൽ അത് അരുന്ധതിയെ അറിയിക്കുമെന്നും പിന്നീട് എന്താണ് അവരുടെ നീക്കമെന്ന് തനിക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഹരിവക്കീൽ ഇങ്ങനൊരു നാടകം പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇസബെല്ലയും ഐസക്കും അതേപോലെ തന്നെ ഋഷി മരിച്ചിട്ടില്ല എന്നൊരു കാര്യമൊക്കെ തന്നെ പുറത്തു വരാൻ പോവുകയാണ്. ഏതായാലും കാര്യങ്ങളുടെ സത്യാവസ്ഥയൊക്കെ തെളിയണത് വരെ എസ്തപ്പാന്റെ കസ്റ്റഡി തന്നെയായിരിക്കും നന്ദൻ ഇനിയും ഇരിക്കാൻ പോവണത്. നന്ദന് ഒരാപത്തും വരുത്താതിരിക്കണേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുരളി എന്നുണ്ടെങ്കിൽ എസ്തപ്പാനോട് സംസാരിക്കുന്നുണ്ട്. ഏതായാലും ഇതോടുകൂടിയിട്ട് നന്ദൻ തന്നെ ആയിരിക്കും ഇസബെല്ലിനെയും കെവിനെയും ഞെട്ടിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു പറയാൻ പോവണത്. അപ്പോൾ വരാൻ പോണ എപ്പിസോഡ്സിന്റെ റിവ്യൂസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.